ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എണീറ്റിട്ട് എനിക്ക് അപ്പം തന്നെ എൻ്റെ ബെഡ് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാ കേട്ടോ. മീൻസ് ഞാൻ ബ്രഷ് ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ ബെഡ് ക്ലീനായി കാണും. സോ അത് കാരണം ഞാൻ അപ്പം തന്നെ ക്ലീനാക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എണീറ്റിട്ട് പോകുന്നത് ബാൽക്കണിക്കായിരിക്കും. അവിടെ പോയിട്ട് ഇതുപോലെ പുറത്തോട്ട് കുറച്ച് നേരം നോക്കിയിരിക്കും കേട്ടോ. നമ്മൾ ഈ എണീറ്റ് ബെഡിൽ നിന്ന് ഈ ഫോൺ നോക്കുമ്പോൾ നമ്മളൊട്ടും ഓക്കെ ആവില്ല. അതേസമയം നമ്മൾ പുറത്തോട്ട് പോയിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ശേഷം ഇനി നമ്മൾ അടുക്കി വെക്കാനും ഒതുക്കി വെക്കാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ തുടങ്ങുകയാണ്. ശരിക്കും ഞാൻ ജോലിക്ക് പോയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വൃശ്ചിക മാസം ആയപ്പോൾ തൊട്ട് 1-ാം തീയതി തൊട്ട് രാവിലെ തന്നെ ഈ വക പരിപാടികളൊക്കെ ഒന്ന് തീരും. കാരണം രാവിലെ നമ്മൾ വിളക്ക് വെക്കുന്നതുകൊണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കുറച്ചായിട്ട് നടക്കുന്ന എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്ക് അനോട്ടം കുളിച്ചിട്ട് വന്നിട്ട് വിളക്കൊക്കെ വയ്ക്കും കേട്ടോ. ഈ രാവിലെ എണിച്ചിട്ട് നമുക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു പോസിറ്റീവ് എനർജിയോ എന്തോ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? ഇനിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഉണ്ടാക്കിയത് സേമിയ ഉപ്മാവായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ആൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷായി റെഡിയായി ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ജിമ്മിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ. അൺസഹിക്കബിൾ. ഇന്ന് ഞങ്ങൾക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉള്ള ദിവസമായിരുന്നു. ഞങ്ങളെ ട്രെയിനർ ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദയാദാക്ഷിണ്യം ആൾ തന്നില്ല കേട്ടോ. ഹലോ. അപ്പം നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഒന്ന് കുളിക്കണ്ടല്ലോ എന്നാണ്. വേറൊന്നല്ല കേട്ടോ. ഡെയിലി ഒന്നും ഞാൻ തല നനയ്ക്കില്ല. ഒന്നാമത് ഇവിടെ ഭയങ്കര ക്ലോറിൻ വാട്ടർ വേണം. ഹെയർ ഫോൾ നന്നായിട്ട് മുടി കൊഞ്ഞു പോകുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ല. ഇന്നലെ ഞാൻ കുളിച്ചു. സോ അപ്പോൾ ഇന്ന് ഞാൻ കുളിക്കുന്നില്ല, അതായത് തല കഴുകുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മീൽ മാത്രം ഒന്ന് കഴുകിയിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ, ഐ എം സെറ്റ്. ഇനി നമ്മൾ കുറച്ചധികം നേരം ഇനി കിച്ചണിലായിരിക്കും. സോ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ആപ്പത്തിന് വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അരച്ചു. അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ഡാൽ പാലക്കമാണ് കേട്ടോ ഇന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആപ്പിലേക്ക് അനോട്ടം വന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ടുള്ള ഈ ഒരു ഫ്രീ ടൈം ആട്ടോ ഞാൻ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ഡെയിലി ഒന്നും ചായയും കടിയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് കുറച്ച് നേന്ത്രപ്പഴം കിട്ടിയപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനൊരു മോഹം. സോ അങ്ങനെ കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അതും എടുത്തിട്ട് നേരെ ബാൽക്കണി പോയി അവിടെ നിന്നൊരു കട്ടൻ ചായയൊക്കെ അടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീണ്ടും ഫ്രഷപ്പൊക്കെ ആയി താഴത്തോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് പാർക്കിലേക്ക് പോയിട്ട് വരാം, ഒന്ന് ചില്ലായിട്ട് വരാം. ശരിക്കും 6 മണി ആയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ഇരുട്ടായി. വിൻ്റർ ആയത് കാരണം വേഗം ഇരുട്ടാവും. സോ കോട്ടർ കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതാ ആ മേലത്തെയാണ് കേട്ടോ കോട്ടർ. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പാർക്കിക്കൊന്ന് പോവാം. ഇരുട്ടായി, ക്ലാരിറ്റി കിട്ടുമോയെന്നറിയില്ല, നോക്കാം. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ, സീ യു ഓൾ.